പ്രോസിക്യൂഷൻ ഈ ഒരു കേസിൽ ജാമ്യം നൽകുന്നത് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികൾക്കും ജാമ്യം നൽകുന്നതിനെ കൃത്യമായി എതിർത്തുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് നമുക്ക് കണ്ടതാണ് വാസു ഉൾപ്പെടെയുള്ള ഈ കേസിലെ പ്രധാന പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നും ഉണ്ടായത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഈ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്മകുമാറിന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ കട്ടിളപ്പാളി കേസിലായിരുന്നു ആദ്യം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആയിരിക്കുന്ന സമയത്ത് ദ്വാരപാലക ശില്പപാളി കേസിലും പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണ സംഘം കേസ് മുന്നോട്ട് കൊണ്ടുപോയി. ആ കേസിലും കൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പത്മകുമാറിന്റെ പേരിൽ നിലവിൽ രണ്ട് കേസുകളാണുള്ളത്. ഒന്ന് കട്ടിളപ്പാളി കേസും മറ്റൊന്ന് ദ്വാരപാലക സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കേസുകളിലും ഇങ്ങനെ രണ്ട് കേസുകളിലെ പ്രതിയാണ് നിലവിൽ പത്മകുമാർ. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ SIT സംഘം കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പത്മകുമാർ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ജാമ്യം നൽകാൻ ആവില്ല എന്നുള്ളൊരു നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിധിയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതിഭാഗത്തിന്റെ ഭാഗം ഈ കേസിൽ ഇദ്ദേഹത്തിന് മാത്രമല്ല പങ്ക്. കാരണം ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായിരിക്കെ ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർക്കും ഈ ഒരു കേസിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് പത്മകുമാറിനെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന തരത്തിലുള്ള ഒരു വാദം പ്രതിഭാഗം ഉന്നയിച്ചു. ഒപ്പം തന്നെ ഈ പത്മകുമാറിന്റെ പ്രായം അതുകൂടി പരിഗണിക്കണം എന്നൊരു ആവശ്യം കൂടി ജാമ്യ ഹർജിയിൽ പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. ഈ രണ്ടാവശ്യങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്.